നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് സ്നാക്കായിട്ട് എളുപ്പത്തിൽ കൊടുത്തയക്കാനായിട്ട് നട്ട്സും ഫ്രൂട്ട്സൊക്കെ ആയിട്ടുള്ളൊരു മിക്സ് ഇങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഇതിലേക്ക് ആദ്യം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഐറ്റം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ കാഷ്യൂ നട്ട് ഇതുപോലെ പീസുകൾ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് വെക്കാം. പൊട്ടിച്ചിട്ട് 3 ടേബിൾ സ്പൂണാണ് എടുത്തേക്കണത്. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീസായിട്ടുള്ള കാഷ്യൂ നട്ട് മേടിക്കാൻ കിട്ടും, അങ്ങനെ ചെയ്താലും മതി. പിന്നെ അതിലേക്ക് ബദാം ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ, 1 ടേബിൾ സ്പൂണും ഇട്ട് കൊടുക്കുക. അതും ചെറിയ പീസുകളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ ഡേറ്റ്സ് ആണ് കേട്ടോ. ഡേറ്റ്സ് ഇതുപോലെ ചെറുതാക്കിയിട്ട് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അവിടെ 3 ജംബോ ഡേറ്റ്സ് ആണ് കേട്ടോ, വലിയ ടൈപ്പ് ഡേറ്റ്സ് മേടിക്കാൻ കിട്ടും. അത് 3 എടുത്തിട്ട് പീസ് തൊളി അടർന്നിട്ട് നിൽക്കുന്ന ടൈപ്പ് ഡേറ്റ്സ് മേടിക്കാണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നല്ലത്, അല്ല മറ്റേ തൊണ്ടയിൽ കുടുങ്ങും. പിന്നെ സൺഫ്ലവർ സീഡാണ് കേട്ടോ. വിറ്റാമിൻ ഇയും മാഗ്നീഷ്യം പ്രോട്ടീനൊക്കെ റിച്ച് ആയിട്ടുള്ള ഒരു സീഡാണ് സൺഫ്ലവർ സീഡ്. അത് 2 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ 2 ടീസ്പൂൺ മത്തങ്ങയുടെ കുരുവാണ് കേട്ടോ, പംകിൻ സീഡ്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കോൺഫ്ലേക്സ് ആണത്, കോൺഫ്ലേക്സ് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ലോങ് ലൈഫാണ് കേട്ടോ, ലോങ് ലൈഫായിട്ടുള്ളൊരു മിക്സാണ്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും നനയാതെ സൂക്ഷിക്കുക. നമ്മളിത് അരിയുമ്പോഴോ അല്ലെങ്കിൽ കയ്യിലും ടീസ്പൂണിലൊന്നും വെള്ളമില്ലാതെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ എയർടൈറ്റായിട്ട് ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. കുറച്ചും കൂടി അധികം എമൗണ്ടിൽ ഇത് ഉണ്ടാക്കിയാൽ മതി. ഈ റേഷ്യോയിൽ തന്നെ ഉണ്ടാക്കിയിട്ട് അടച്ചു വയ്ക്കുക. എന്നിട്ട് ആവശ്യാനുസരണം നമുക്ക് തുറന്നിട്ട് അതാത് ദിവസം ആവശ്യമുള്ളത് അത്രയും ക്വാണ്ടിറ്റി ഒരു 4 ടീസ്പൂണൊക്കെ വീതം ഇട്ടിട്ട് മിക്സാക്കാം. ഫ്രൂട്ട്സിൻ്റെ ഒപ്പം മിക്സാക്കാൻ വേണ്ട. അപ്പോൾ ഫ്രൂട്ട്സ് മാത്രമേ നമുക്ക് അന്നാന്ന് അരിയേണ്ട ആവശ്യമുള്ളൂ. ഇതിലേക്ക് ആപ്പിളും പഴമാണ് നല്ല കോമ്പിനേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ 2 ഞാലിപ്പൂവൻ പഴം ചെറിയ പീസുകളാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു ചെറിയ സൈസ് ആപ്പിളും മുഴുവനോടെ തന്നെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കട്ടെ. എല്ലാം ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഞാലിപ്പൂവൻ പഴം നല്ല ടേസ്റ്റാണ്, അല്ലെങ്കിൽ നേന്ത്രപ്പഴം ആയാലും ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. അതാണ് നല്ല പഴങ്ങളായിട്ട് 2 ഉള്ളത്, അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ തേനാണ് ഒഴിക്കുന്നത് കേട്ടോ. 2 ടേബിൾ സ്പൂൺ തേനും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്, നല്ലൊരു സ്നാക്കാണ്. ഹെൽത്തി ആയിട്ട് കുട്ടികൾ അത് കഴിക്കുകയും ചെയ്യും. നല്ല മധുരമൊക്കെ ഉള്ള കാരണം അതങ്ങനെ കഴിച്ചോളും. നല്ലൊരു മിക്സാണ്, എല്ലാവരും ട്രൈ ചെയ്യുക.